ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒത്തിരി പേര് പിഞ്ചസിനെ പറ്റി വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിഞ്ചസിനെ പറ്റി വീഡിയോ ചെയ്യുമ്പോൾ അതിൽ നല്ല പ്രഗത്ഭനായ ആളിൻ്റെ ഏവിയറി വെച്ചിട്ട് വീഡിയോ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്നത് നെയ്യാറ്റിൻകരയിൽ, ട്രിവാൻഡ്രത്ത് നെയ്യാറ്റിൻകരയിലുള്ള ജോസ് ഏവിയറിയിലാണ്. ആ ജോസ് ഏവിയറിയിലെ ഓണറായ ജോഷി ജോണാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് നേരം നമുക്ക് ജോഷി ജോണിൻ്റെ ഇവിടുത്തെ ഏവിയറിയിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ജോഷി, ഇപ്പോൾ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് എത്ര വർഷമായി? എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരാനുള്ള കാരണം? ഞാൻ വന്നിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 10-12 പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തൊട്ടേ ഉള്ള ഒരു ഇഷ്ടപ്പെട്ട ഒരു ഫിഞ്ചസ് വളർത്തണം എന്നുള്ളൊരു ചെറിയ ഇതിൽ തുടങ്ങിയതാണ്. അങ്ങനെ 1-2 പേരിലൊക്കെ അങ്ങനെ തുടങ്ങി പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. കറക്റ്റ് ഒരു 12-14 വർഷം അടുപ്പിച്ചായി ഇപ്പോൾ ഈ ഫീൽഡിൽ വന്നിട്ട്. ഇപ്പോൾ ആദ്യമേ ഫിഞ്ചസ് തന്നെയാണോ ഈ ബേർഡ്സ് എന്നുള്ള ഇതിൽ വളർത്തി തുടങ്ങിയത്? തുടക്കം തൊട്ടേ ഫിഞ്ചസ് തന്നെയാണ് ഞാൻ വളർത്തി തുടങ്ങിയത്. ഫിഞ്ചസ് തന്നെയാണ് മെയിനായിട്ട്. സാധാ ഫിഞ്ചസ്, അതായത് 250-300 ആ റേഞ്ചിനുള്ള ഫിഞ്ചസാണ് ഞാൻ തുടക്കത്തിൽ വാങ്ങി തുടങ്ങിയത്. ഇപ്പോൾ എത്ര വെറൈറ്റി ഫിഞ്ചസ് ഉണ്ട്? ഇപ്പോൾ നിലവിൽ ഇവിടെ ഏകദേശം ഒരു 20 വെറൈറ്റി അടുപ്പിച്ചിട്ടുള്ള ഫിഞ്ചസിൻ്റെ തന്നെ 20 വെറൈറ്റി അടുപ്പിച്ചിട്ടുള്ള ഉണ്ട് ഇപ്പം തന്നെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 250 രൂപ തൊട്ട് എത്ര രൂപ വരേക്കുള്ള ഫിഞ്ചസ് ഇപ്പോൾ ഇവിടെ ഉണ്ട്? ഫിഞ്ചസ് ഇവിടെ നിലവിൽ ഇപ്പോൾ വന്നിട്ട് എൻ്റെ ഇപ്പോൾ ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു 40,000 രൂപയുടെയാണ്. 40,000 ഇപ്പം ഇവിടെ ഉള്ളതിലുള്ളത്. അതിനേക്കാളും ഫിഞ്ചസിൻ്റെ തന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. വൈറ്റ് കത്രോട്ട്, ബംഗാളി വൈറ്റ് കത്രോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇച്ചിരി ആണ്ട് കോസ്റ്റ്ലി 1 lakh അടുപ്പിച്ച് വരുന്നതാണ്. ജോഷി, ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? കറക്റ്റ് 12 വർഷം അടുപ്പിച്ച്, 12 വർഷത്തിന് മേളിലായി. പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തൊട്ടേ ഈ ഫീൽഡിലുള്ളതാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ ഒരു വരുമാനം എന്ന നിലയിൽ ഒരു മേജർ സോഴ്സ് വിൻഗോ ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ഇതിനെ കാണുന്നത്? തീർച്ചയായിട്ടും ഒരു വരുമാനം തന്നെയാണ് മെയിൻ. ആദ്യം തുടക്കത്തിൽ ഒരു ക്രൈസിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ ശരിക്കും എന്തായാലും നല്ലൊരു വരുമാനം എന്നുള്ള കണക്കിലാണ് ഇപ്പോൾ ചെയ്യുന്നത് തന്നെ ശരിക്കും. അപ്പോൾ ഇപ്പോൾ 20 പേരോളം ഫിഞ്ചസ് ഇവിടെ കീപ്പ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 20 വെറൈറ്റിയിലെ ഫിഞ്ചസ് കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ എത്ര പേരുണ്ട് ടോട്ടലായിട്ട് ജോഷിക്ക്? 20 പേരുള്ളത്, 20 വെറൈറ്റി അവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഏകദേശം 150-200ഓളം പേരുകൾ, അതിൻ്റെ തന്നെ പേരുകൾ ഇവിടെ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് ഇവിടെ. അതെ. അപ്പോൾ ഇവർക്ക് ടോട്ടലായിട്ട് ഇവരെ ഇപ്പോൾ പരിപാലിക്കാനായിട്ട് ഇപ്പോൾ ജോഷി തന്നെയാണ് ഉള്ളത്, അതോ വേറെ ആൾക്കാരുണ്ടോ? ഇല്ല, ഇവിടെ നോക്കുന്നതിനൊക്കെ, വെള്ളം വെക്കുന്നതിന്, തീറ്റ വെക്കുന്ന, അത്യാവശ്യം ക്ലീൻ ചെയ്യാനൊക്കെ ഒരു 2 പേരുണ്ട്, സ്റ്റാഫായിട്ടുണ്ട്. രാവിലെ ഉച്ചയ്ക്ക് അവർ വന്ന് ഇച്ചിരി ക്ലീൻ ചെയ്തതും അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ അവർ തന്നെ നോക്കാറുള്ളത്. അപ്പോൾ ഇത്രയും വെറൈറ്റി ഫിഞ്ചസിനെ അല്ലെങ്കിൽ 200ഓളം പേരുണ്ടെന്ന് പറഞ്ഞു. ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം എത്ര സമയം മാറ്റി വയ്ക്കേണ്ടി വരും? ഇവിടെ വരുന്ന ആൾ ചെയ്യുന്നത് രാവിലെ 5 മണിക്ക് പുള്ളി വന്നിട്ട് ഒരു 8-9 മണിയാകുമ്പോൾ പുള്ളി എല്ലാം കഴിഞ്ഞ് പോകും. അതാണ് എൻ്റെ സമയം. അപ്പോൾ ഈ 8-9 മണി എന്ന് പറയുമ്പോൾ ഇവരുടെ തെന മാറണം, അതുപോലെ തന്നെ ഡെയിലിയുള്ള വെള്ളം മാറ്റി കൊടുക്കണം, എഗ് ഫുഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡെയിലി വെക്കേണ്ടി വരും അല്ലേ? തീർച്ചയായിട്ടും അത് ഡെയിലി ചെയ്യുന്നതാണ് എൻ്റെ കറക്റ്റ് നല്ലത്. അതെ. ഇപ്പോൾ ഇവരുടെ ഫുഡിൻ്റെ രീതികൾ എന്തൊക്കെയാണ്? ഫുഡിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നോർമൽ ഫിഞ്ചസിന് തെന മാത്രം മതിയാവും, അത് തന്നെ ധാരാളം. പിന്നെ അത്യാവശ്യമാണെങ്കിൽ ബ്രെഡ് പൊടിയോ എഗ്ഗോ നമുക്ക് കൊടുക്കാം, കുഴപ്പമില്ല. അതുപോലെ തന്നെ ഗോൾഡിൻസിനൊക്കെ ആകുമ്പം കുറച്ചുകൂടി സീഡ് മിക്സ് ഉണ്ട്. ബെൻലെക്സ്, ഡെയിൽ നേച്ചർ ഇതുപോലത്തെ കമ്പനികളുടെ തന്നെ ഒരു 7-8ഓളം സീഡ് വെറൈറ്റികളൊക്കെ വരുന്ന സീഡ് മിക്സായിട്ട് പാക്കറ്റായിട്ട് നമുക്ക് കിട്ടും. 1 kg തൊട്ട് ഒരു 20 kg വരെ തന്നെ അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടും, മാർക്കറ്റുകളിൽ കിട്ടാറുണ്ട്. അതാണ് കൂടിയ ബേർഡ്സിനൊക്കെ, എക്സോട്ടിക്, അത് ഗോൾഡിയൻ അല്ലെങ്കിൽ പാരറ്റ് ഫിഞ്ച് ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഞങ്ങൾ കൂടുതൽ കൊടുക്കുന്നത് സീഡ് മിക്സാണ് കൂടുതൽ കൊടുക്കുന്നത് ഞങ്ങൾ. ഇപ്പോൾ നമുക്ക് ഈ 20ഓളം വെറൈറ്റി ഫിഞ്ചസ് ഉണ്ട്. ഇതിലൊരു 250 രൂപ തൊട്ട് 40,000 രൂപ വരെ പേരിന് വില വരുന്ന ഫിഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ബ്രീഡിങ്ങിൽ വന്നിട്ട് എന്തായാലും വ്യത്യാസം ഉണ്ടാകത്തില്ലേ? ഇപ്പോൾ നമുക്ക് ഈ കുറഞ്ഞ ഫിഞ്ചസ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഇപ്പോൾ എനിക്കും വീട്ടിലുണ്ടായിരുന്നു ഒരു ചെറിയ കേജിനകത്ത് നമ്മൾ കുറേ എണ്ണം ഇട്ട് അങ്ങ് ചുമ്മാ ബ്രീഡായിക്കൊണ്ടിരിക്കും. പക്ഷേ മറ്റേ ഫിഞ്ചസ് എന്ന് പറയുമ്പോൾ ഭയങ്കര വ്യത്യസ്തത ഉണ്ടാവും. അപ്പോൾ ഇവരുടെ ബ്രീഡിങ്ങിലുള്ള വ്യത്യസ്തതകൾ എന്തൊക്കെയാണ്? സാധാ ഫിഞ്ചസിന് വന്നിട്ട് ബ്രീഡിങ് ഒരു 3 months തൊട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കറക്റ്റും ഫുഡും ബാക്കിയെല്ലാം ഓക്കെ ആണെങ്കിൽ ഒരു 3 മാസം തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ അതിൻ്റെ കറക്റ്റ് കാലയളവ് സാധാ ഫിഞ്ചസിന് ഒരു 5 months ആണ് കറക്റ്റ് കാലയളവ്. അതായത് ചട്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഇനി ഒരു 5 മാസം കൂടെ കഴിഞ്ഞിട്ടാണ്. അതെ, കുഞ്ഞ് പുറത്തിറങ്ങി ഒരു 3 മാസം തൊട്ട് നമുക്ക് ബ്രീഡ് ചെയ്യിക്കാം. അതിൻ്റെ കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മാസം ആയി ബ്രീഡ് ചെയ്യിക്കുന്നതാണ് നല്ല. അല്ലെങ്കിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും അവർക്ക്. എഗ് ബൈൻഡിങ് പോലുള്ള ഒരുപാട് ഇഷ്യൂസ് അവർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേസമയം ഇത് നമ്മൾ ഗോൾഡിയൻസ് പോലുള്ള കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള ബേർഡ്സ് നോക്കുകയാണെങ്കിൽ ഗോൾഡിയൻസ്, പാരറ്റ് ഫിഞ്ച്, ഇങ്ങനെയുള്ള കുറച്ചുകൂടി
ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ബേർഡ്സ് നോക്കുകയാണെങ്കിൽ ഒരു മിനിമം ഒരു 8 months to അത് 1 year ഒക്കെ ആവും നമുക്ക് ബ്രീഡ് ചെയ്യാൻ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിൻസിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ ബോഡിയിൽ കളർ വരാൻ തന്നെ, അതായത് ഫസ്റ്റ് മോൾട്ടിങ് കഴിയാൻ തന്നെ മിനിമം ഒരു 5 to 1 year ആവും. ഫുൾ കളറായി ഫസ്റ്റ് മോൾട്ടിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിനെ ബ്രീഡ് ചെയ്യാത്തുള്ളൂ. അല്ലാണ്ട് അതിൻ്റെ മെയിൽ ഇത് കളർ അറിയാൻ പറ്റത്തില്ല. ഇത് ഫുൾ കളർ ബോഡിയിൽ വന്നു കഴിഞ്ഞാലേ അതിനെ ബ്രീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് ഇപ്പോൾ ഇവർക്ക് ഈ ബ്രീഡിങ്ങിന് ഒരു പ്രത്യേകിച്ച് ഒരു ബ്രീഡിങ് സമയത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഫുഡ്, സ്പെഷ്യലായിട്ട് ഫുഡ് എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് കൊടുക്കാറുണ്ടോ? ഇത് പ്രത്യേകിച്ച് ഉണ്ട്, ഫുഡുണ്ട്. ഇത് ഫെർട്ടിവിറ്റ് കൊടുക്കാറുണ്ട്. വെസലാകടെ ഫെർട്ടിവിറ്റ് കൊടുക്കാറുണ്ട്. അത് ബ്രീഡിങ് സമയത്താണ് മെയിനായിട്ട് കൊടുക്കാറ്. ഒരു കറക്റ്റ് ഒരു നമ്മളെപ്പോഴാണ് ബ്രീഡിങ് ഇടാറ് അതിന് മുന്നേ ഒരു കറക്റ്റ് ഒരാഴ്ച അല്ല 2 ആഴ്ച നമ്മൾ ബ്രീഡിങ് മുന്നേ ആയിട്ട് നമ്മൾ എഗ് ആവുന്നതിന് മുന്നേ ഒക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതാണ് മെയിനായിട്ട് ഞാൻ കൊടുക്കുന്നത്. ഫെർട്ടിവിറ്റി തന്നെയാണ് മെയിനായിട്ട് കൊടുക്കാറുള്ളത്. നമുക്ക് ഈ ഫിഞ്ചസിൻ്റെ ബ്രീഡിങ്ങിൽ അല്ലെങ്കിൽ ഓരോ ക്ലച്ചിൽ എത്ര കുഞ്ഞുങ്ങൾ വീതം കിട്ടുന്നുണ്ടാവും? നമുക്കൊരു 3 to 5-6 കുഞ്ഞുങ്ങളെ കിട്ടാറുണ്ട്. പക്ഷെ അത് ഇത് 6 ഒരു 6 എണ്ണം എന്നൊക്കെ ആകുമ്പോൾ ഇച്ചിരി കൂടുതലാണ്. അത് മാക്സ് ഒരു 100-ൽ ഒരു 1-2 പേരിൽ മാത്രമേ അങ്ങനെ ഒരു 6 കുഞ്ഞു വരെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. മിനിമം എന്തായാലും ഒരു 3 to 4-5 ഇത് കിട്ടാറുണ്ട് കൂടുതൽ. ഇതിപ്പോൾ നമുക്ക് എല്ലാ വെറൈറ്റിയിലും അങ്ങനെ കിട്ടാറുണ്ട്. ഇപ്പോൾ ഏറ്റവും ചെറുത് മുതൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എക്സോട്ടിക് ആയിട്ട് വരുന്ന ഫിഞ്ചസ്, പാരറ്റ് ഫിഞ്ചസ്, ഗോൾഡിയൻ, ഇതിലെല്ലാം ഇത്രയും തന്നെ കുഞ്ഞുങ്ങൾ കിട്ടാറുണ്ടോ? അതെ, തീർച്ചയായിട്ടും. നമ്മൾ സപ്ലിമെൻറ്റ്സും ബാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഇതേപോലെ 3 to 4-5 ജിക്സ് കറക്റ്റായി കിട്ടാറുണ്ട്. അപ്പോൾ അതുപോലെ നമുക്കിപ്പോൾ ആഫ്രിക്കൻ ലവേഴ്സിലൊക്കെ എനിക്ക് വളർത്തുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ളതാണ്. ചില കേസുകളിൽ പാരൻസ് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാറില്ല, അല്ലെങ്കിൽ അവരെ വന്ന് കൊത്തി അവരെ മുറിവേൽപ്പിച്ച് പ്ലക്ക് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള പ്രവണതകൾ ഈ ഫിഞ്ചസിൻ്റെ പാരൻസിൽ കാണാറുണ്ടോ? അതെ, തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഇത് ഫിഞ്ചസുകളുണ്ട്. ഞങ്ങൾ അതിന് പകരം ഞങ്ങൾ ചെയ്യുന്ന ഫോസ്റ്റർ ചെയ്യാറുണ്ട്. ബംഗാൾ ഫിഞ്ച് എന്ന് പറയുന്ന സംഭവം സൊസൈറ്റി ഫിഞ്ച് എന്നാണ് പറയാറ് അതിനെ. ഞങ്ങൾ അതിനോട്ട് ഇത് ഗോൾഡിൻസിൻ്റെ ചിക്സിനൊക്കെ ആണെങ്കിൽ എഗ് ആകുമ്പോൾ തന്നെ എഗ്ഗിനെടുത്ത് നമ്മൾ ഇത് ഫോസ്റ്റർ ചെയ്ത് ഇത് ബംഗാൾ ഫിഞ്ചസിലോട്ടൊക്കെ വെക്കാറുണ്ട്. കാരണം ബംഗാൾ ഫിഞ്ചസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ഇത് നല്ലൊരു ഫോസ്റ്റർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. കാര്യം അത് എന്ത് ഐറ്റത്തിൻ്റെ കുഞ്ഞിനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും കുഞ്ഞായിട്ടാണെങ്കിലും എഗ്ഗായിട്ടാണെങ്കിലും നല്ലപോലെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ഒരു ഐറ്റമാണ് ബംഗാൾ ഫിഞ്ചസ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഞാനിവിടെ കീപ്പ് ചെയ്തിട്ടുള്ളത്, അതായത് ഞങ്ങളൊരു 10 പേര് ഇത് കൂടിയ ഫിഞ്ചസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമ്മൾ 20 പേര് ബംഗാൾ ഫിഞ്ചസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ എപ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ നല്ലൊരു ഉപകാരിയാണ് ബംഗാൾ ഫിഞ്ചസ്. ഒരുതപ്പെട്ട എല്ലാ ബേർഡ്സിൻ്റെയും കുഞ്ഞുങ്ങളെയും ഒരു ഫിഞ്ചസിനകത്തെപ്പെട്ട ഒരുപെട്ട എല്ലാ ബേർഡ്സിൻ്റെ കുഞ്ഞുങ്ങളെ നല്ലപോലെ പരിപാലിച്ച് നടക്കാറുണ്ട് അവർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു എക്സോട്ടിക് സ്പീഷീസ് വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കുറേ സൊസൈറ്റി ഫിഞ്ചും കൂടെ കീപ്പ് ചെയ്യേണ്ടതുണ്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ നോർമൽ ഫിഞ്ച് കഴിഞ്ഞ് മേലോട്ട് നമ്മൾ വേറെ ഏത് ഐറ്റം ഇത് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാലും മെയിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ബംഗാൾ ഫിഞ്ചസ് ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1000 രൂപയ്ക്ക് മേലോട്ടുള്ള ഒരു ഫിഞ്ചസിൻ്റെ ഏത് ബേർഡ് വെച്ച് കഴിഞ്ഞാലും ഒരു ബേസിക്കായിട്ട് അടുത്ത് ചെയ്യേണ്ടത് ബംഗാൾ ഫിഞ്ചസ്. അത് തന്നെയാണ് തീർച്ചയായിട്ടും വേണ്ടത്. കാരണം നമുക്ക് എപ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പം നമുക്ക് ഇവിടെ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ കേജിനകത്ത് ഓരോ സിംഗിൾ പെയർ വീതം ഇട്ടിട്ട് അങ്ങനെയല്ലേ ബ്രീഡ് ചെയ്യുക? കോളനി സിസ്റ്റം അല്ലല്ലോ. കോളനി സിസ്റ്റം ബുദ്ധിമുട്ടാണ്. കോളനി സിസ്റ്റത്തിനകത്തുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കേജിനകത്ത് ഒരു 6 പേര് അല്ലെങ്കിൽ 10 പേര്, അതായത് വലിയ കേജിനകത്ത് ഒരു 10 ആ റേഞ്ചിലുള്ള ഒരു വലിയ കേജിനകത്തൊക്കെ നമ്മളൊരു 10 പേരിടുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കിട്ടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം 10, മാക്സിമം 10 to 15 ഇങ്ങനെ ആയിരിക്കും അതിനകത്ത് കിട്ടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം. കാരണം അതുപോലെ തന്നെ ചത്തുപോവുക കൂടുതലാണ് അതിൽ. കാര്യം കുഞ്ഞുങ്ങളെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ കൊത്തി ഉപദ്രവിക്കാറുണ്ട്, പരസ്പരം മറ്റുള്ള കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് തന്നെ 10 പേരിൽ 10 കുഞ്ഞ് അല്ലെങ്കിൽ 15 കുഞ്ഞ് മാക്സിമം കിട്ടാറുള്ളൂ. അതേസമയം ഈ 10 പേരിനെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഒരു 25 തൊട്ട് ഒരു 30 കുഞ്ഞ് വരെ നമുക്ക് മിനിമം കുറഞ്ഞ് നല്ല രീതിയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതാണ് അതിൻ്റെ അകത്തുള്ള വ്യത്യാസം. ഒരു വലിയ ഇതിലും ഇൻഡിവിജ്വലായിട്ട് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം ഇതാണ്. നമുക്കിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ബ്രീഡിംഗ് കേജുകൾ അതല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കേജസിൻ്റെ സൈസ് എങ്ങനെയാണ്? ഇൻഡിവിജ്വൽ ഫിഞ്ചസിൻ്റെ കറക്റ്റ് സൈസ് എന്ന് പറഞ്ഞാൽ ഒരു 1.25-1 അതാണ് അതിൻ്റെ കറക്റ്റ് സൈസ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഞാൻ ഇവിടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ബേർഡ്സിനെ എല്ലാം ഒരു 2 feet കേജിനകത്താണ് ഞാൻ കീപ്പ് ചെയ്യാറ്. പിന്നെ അതിൻ്റെ വില അത്രയ്ക്ക് ഉള്ളതുകൊണ്ട് നല്ലപോലെ അത് ആരോഗ്യമായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ഇത് 1.25 ബ്രീഡിങ് കേജ് ഉപയോഗിക്കുമ്പോഴുള്ള ഒരു പോസിറ്റീവും അതിൻ്റെ മെറിറ്റ്സും രണ്ടും പറഞ്ഞു തരാം. നമ്മൾ വലിയ കുഞ്ഞ് കേജ് കീപ്പ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നല്ലപോലെ കുഞ്ഞിനെ നോക്കും, നല്ലപോലെ എഗ്ഗിടും,
കുഞ്ഞുങ്ങൾ ഇറക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു 2 ബ്രീഡൊക്കെ ആകുമ്പോൾ തന്നെ പാരൻറ്റ് ചത്തു പോവുക കൂടുതലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഫ്ലൈയിങ്ങിനും കാരണം അതിനകത്തുള്ള പർപ്പസ് കൂടുതൽ അവർക്ക് പറക്കുന്നതിനുള്ള പർപ്പസ് ചാൻസ് കുറവാണ്. തീറ്റ എടുക്കുക, കുഞ്ഞിന് തീറ്റ കൊടുക്കുക, വളർത്തി വലുതാക്കി വെളി വിടുമ്പോൾ തന്നെ അടുത്ത് വീണ്ടും അത് എഗ് ചെയ്യും. അങ്ങനെ ഒരു വിഷയം ചെറിയ കേജിനകത്ത് ബ്രീഡിങ് കേജിനകത്ത് കീപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട്. അതേസമയം വലിയ കേജിനകത്താകുമ്പോൾ അത്യാവശ്യം അവർക്ക് ഫ്ലൈ ചെയ്യാനും അവർക്ക് ഇച്ചിരി ആരോഗ്യമായിട്ടിരിക്കാനുള്ള ഒരു സാഹചര്യം കൂടുതലായിട്ട് അതിനകത്ത് കിട്ടും. വലിയ കേജ് ആകുമ്പോൾ കുറച്ച് ഫ്ലൈയിങ്ങും അവർക്ക് നല്ലപോലെ എക്സസൈസ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മളതിനെ റെസ്റ്റിന് വിടുക എന്നുള്ള ഒരു ഇതിൽ കുറഞ്ഞിരിക്കും. കുറച്ചുകൂടെ ഒരു 2 ഫീറ്റ് കേജൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ഒരു പേരിനൊക്കെ 2 ഫീറ്റ് കേജ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രത്യേകിച്ച് അതിന് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് അത്ര അത്യാവശ്യമുള്ള കാര്യമല്ല. നമുക്കിവിടെ ബ്രീഡിങ്ങിന് ഇവരെ റെഡിയാക്കുമ്പോൾ ഇവരെങ്ങനെയാണ് പേര് പിടിക്കുന്നത്? നാച്ചുറൽ പെയറിംഗ് ആണോ അതോ ഇപ്പോൾ DNA ടെസ്റ്റ് ചെയ്ത് എല്ലാത്തിനെയും പെയറാക്കുവാണോ? നമുക്ക് സാധാരണ നോർമൽ ഫിഞ്ചസിനൊക്കെ ആണെങ്കിൽ നമുക്ക് നാച്ചുറൽ പെയർ ചെയ്യാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇത് നമുക്ക് നമുക്ക് അതിൻ്റെ മൗത്ത് മാർക്ക് വെച്ചിട്ട് തന്നെ മെയിലിനൊക്കെ നല്ല ഡാർക്ക് റെഡ് ആയിരിക്കും, ഫീമെയിലിന് അതുപോലെ തന്നെ നോർമൽ ഫിഞ്ചിൻ്റെ കാര്യമാണ് പറയുന്നത്. ഫീമെയിലിനൊക്കെ നമുക്ക് ഒരു ഓറഞ്ച് ഷെയ്ഡ്, ഓറഞ്ച് അതിൻ്റെ ഇത് ചുണ്ടിൻ്റെ ഭാഗമൊക്കെ ഒരു ഓറഞ്ചും, മെയിൽസ് ആണെങ്കിൽ നല്ല ഡാർക്ക് റെഡും ആയിരിക്കും. അങ്ങനെ നമുക്ക് നോർമൽ ഫിഞ്ചിനെയൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യാം. അതേസമയം ഇത് ഔൾ ഫിഞ്ച്, ബംഗാൾ ഫിഞ്ചസ് ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസിനൊക്കെ DNA ചെയ്തേ പറ്റത്തുള്ളൂ. ഫെദർ എടുത്ത് DNA ചെയ്ത് അതിൻ്റെ മെയിൽ ഫീമെയിൽ കൺഫേം പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മളിതിന് ആഫ്രിക്കൻ പോലെ നമ്മൾ കോളനി ഏവിയറിലിട്ട് അങ്ങനെ മെയിൽ ഫീമെയിൽ അവർ അങ്ങനെ ഒരുമിച്ച് അങ്ങനെയുള്ള ഒരു ഇതിൻ്റെ അകത്തില്ല. നമ്മൾ മെയിൽ ഫീമെയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ പെയറായിക്കോളും ഓൾറെഡി. അതിന് അവരുടെ തന്നെ ഇത് പ്രത്യേകിച്ച് ഇന്ന മെയിൽ ഇന്ന ഫീമെയിൽ തന്നെ വേണമെന്ന് അവർക്കില്ല. നാച്ചുറൽ പെയറിങ്ങിനേക്കാൾ ഉപരി നമുക്കതിനെ ഇത് മെയിൽ ഫീമെയിൽ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് തന്നെ അത് പെയർ ആവുന്നതായിരിക്കും. അതിനകത്ത് ഇവർ ഈ പെയർ ചെയ്യിക്കേണ്ടത് എത്ര ഏജിൽ നമുക്ക് പെയർ ചെയ്യിക്കാം? ഒരു നോർമൽ ഫിഞ്ചസ് ആണെങ്കിൽ ഒരു 3 മാസം തൊട്ട് തന്നെ പെയർ ചെയ്യിക്കാം. പിന്നെ ഗോൾഡിയൻസൊക്കെ ആണെങ്കിൽ ഒരു 8 months 1 year ഒരു സമയമാകുമ്പോൾ തന്നെ ബ്രീഡിങ് പെയർ ചെയ്യിക്കുന്ന അത് മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് വീക്കാവും ബേർഡ്സ്. അതിനേക്കാൾ ഏറ്റവും നല്ലത് ഇത് ഒരു 3 മാസമൊക്കെ ആകുമ്പോൾ പെയർ ചെയ്യിക്കുന്നതാണ് കുറച്ച് നല്ലത്. പിന്നെ നമ്മൾ ഈ ഒരു ബേർഡ്സിനെ റെസ്റ്റ് വിടുമ്പോൾ, ബ്രീഡിങ്ങിനിടയ്ക്ക് റെസ്റ്റ് വിടുമ്പോൾ ഇവർക്ക് ഈ ബോക്സ് എടുത്ത് മാറ്റിയാൽ മതിയാവുമോ അതോ? അത്യാവശ്യം ഫിഞ്ചസിനെ അപേക്ഷിച്ച് ഒരു 2 ഫീറ്റ് കേജൊക്കെ ആണെങ്കിൽ അത് തന്നെ മതിയാവും. ബോക്സും നമ്മുടെ ഈ കാൽസ്യത്തിനുള്ള കണവ നാക്ക് പോലത്തെ ഐറ്റംസ് ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ വേറെ അത്യാവശ്യം അത് തന്നെ മതിയാവും. ബ്രീഡിങ് സമയത്ത് നോക്കി കാൽഷ്യത്തിൻ്റെ സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലും കൊടുക്കേണ്ടതുണ്ടോ? ഇത് നമ്മൾ ഓൾറെഡി സപ്ലിമെൻറ്റ്സ് ആയിട്ട് ഞാൻ കൊടുക്കാറില്ല. ഞാനിത് കണവ് നാക്കാനകത്ത് തന്നെ കീപ്പ് ചെയ്യാറുണ്ട്. അല്ലാണ്ട് അങ്ങനെ സപ്ലിമെൻറ്റ്സ് ആയിട്ട് ഞാൻ കൊടുക്കാറില്ല. ഇപ്പം നമുക്ക് ഈ ഫിഞ്ചസിൻ്റെ ബ്രീഡിങ്ങിൽ ഞാൻ പണ്ട് വളർത്തിയിരുന്നത് നമ്മൾ ഈ ചെറിയ മൺകൂടാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ നല്ല രീതിയിൽ ബ്രീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴിവിടെ എല്ലാം കണ്ടതെല്ലാം നോക്കി വുഡൻ ബോക്സുകളാണ്. അപ്പോൾ ഇതിൽ ഏതാണ് റിസൾട്ട് കൂടുതൽ കിട്ടുക? റിസൾട്ട് രണ്ടും നല്ലതാണ്. ഇത് നോർമൽ ഫിഞ്ചസിനൊക്കെ ഏറ്റവും നല്ലത് കലം തന്നെയാണ് ഏറ്റവും നല്ലത് നോർമൽ ഫിഞ്ചസിനൊക്കെ. ഇത് ഗോൾഡിയൻസ് ഇതുപോലത്തെ ഐറ്റംസിനൊക്കെ കുറച്ച് അവർക്ക് ഡാർക്ക് ബോക്സ് ഒക്കെയാണ് കുറച്ച് ഇഷ്ടം. കാരണം അതിനകത്താണ് അവർക്ക് ഫോറിനേഴ്സ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഡാർക്ക് ബോക്സാണ് ഗോൾഡിയൻസിന് കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് എൻ്റെ എൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനകത്ത് നല്ല ഇരുട്ട് പോലെ തോന്നും. പക്ഷേ അതിൻ്റെ പേരൻസിന് കുഞ്ഞുങ്ങളെ കറക്റ്റായിട്ട് വിരിഞ്ഞിറങ്ങുമ്പോൾ കുഞ്ഞുങ്ങളെ നല്ല പോലെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പേരൻസിന്. കാരണം ഗോൾഡിയൻസിൻ്റെ കുഞ്ഞിൻ്റെ മൗത്തിൻ്റെ എല്ലാ വശവും മൗത്ത് മാർക്കിംഗ് ഉണ്ട്. അത് പാരൻസിന് നല്ല പോലെ ഏത് നല്ല ഇരുട്ടുള്ള ഇതിന് ബോക്സിനകത്താണെങ്കിലും പാരൻസ് നല്ല പോലെ തന്നെ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ മൗത്ത് മാർക്കിംഗ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബോക്സും ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള അതിന് ടെമ്പറേച്ചറൊക്കെ ഒരേ ടെമ്പറേച്ചർ കിട്ടും. ബോക്സിനകത്താകുമ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് ഉണ്ട്. ബോക്സ് ബ്രീഡിംഗ് ആകുമ്പം അങ്ങനത്തെ ഒരു ടെമ്പറേച്ചർ കറക്റ്റ്. അതെ തീർച്ചയായിട്ടും. നമുക്ക് ഓരോ വെറൈറ്റി ഫിഞ്ചസ് എന്ന് പറയുമ്പോൾ അതിന് വരുന്ന ഒരു ബ്രീഡിംഗ് ബോക്സിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇപ്പോൾ ഈ സാധാ ഫിഞ്ചസിന് മറ്റതിനുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? സാധാ ഫിഞ്ചസിന് ബോക്സിൻ്റെ ആവശ്യമില്ല, ഒരു കലം പോലത്തെ ഐറ്റംസ് മതിയാവും. ഗോൾഡിൻസ് ആകുമ്പം ഇച്ചിരി ബ്രീഡിംഗ് ബോക്സിൻ്റെ ഇതിൽ സൈസിലും അതുപോലെ തന്നെ അതിൻ്റെ രൂപത്തിലൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. നമുക്കത് കാണാം. സാധാ ഫിഞ്ചസിൻ്റെ ബ്രീഡിങ് അതിൻ്റെ കലം പോലത്തെ ഐറ്റംസ് ഇതാണ് സാധാ ഫിഞ്ചസിന് നമ്മൾ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും ഇത് എളുപ്പത്തിൽ ഇത് ഫിഞ്ചസിന് ബ്രീഡിങ്ങിന് പറ്റിയ ഏറ്റവും നല്ല കലം ഇത് തന്നെയാണ്. സാധാ ഫിഞ്ചസ് പോലുള്ള സാധാ ഫിഞ്ചസ്, അത്യാവശ്യം ബംഗാൾ ഫിഞ്ചസ്, പിന്നെ ബ്ലാക്ക് ചീക്ക് ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ഏറ്റവും നല്ലത് ഇതേപോലത്തെ സാധാ കലം തന്നെയാണ്. ഇതാണ് സാധാ ഫിഞ്ചസിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇതിലിപ്പോൾ 2 കുഞ്ഞുങ്ങളേ ഉള്ളൂ. ഏറ്റവും നല്ലത് ഈ സൈസ് ഇതേപോലത്തെ കുഞ്ഞു കലമാണ് ഏറ്റവും നല്ല ഫിഞ്ചസിനൊക്കെ. ഒരു 4-5 കുഞ്ഞ് വരെ ഇതിനകത്ത് കറക്റ്റായിട്ട് രക്ഷപ്പെട്ട് കിട്ടാറുണ്ട് നമുക്ക്.
ഇതാണ് നല്ലത്. ഇപ്പോൾ ഇതിനകത്ത് ഈ നെസ്റ്റിംഗ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്താണ് വെച്ച് കൊടുക്കുക? ചകിരിയുടെ റെഡിമെയ്ഡ് ചകിരിയുടെ നമുക്ക് ഇത് മേടിക്കാൻ കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചകിരി പിന്നി വെച്ച് കൊടുത്തു കഴിഞ്ഞാലും മതി. അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇത് അവർ തന്നെ കൂട്ടിലേക്ക് കൊണ്ട് വെച്ചോളൂ? അതെ, നമുക്കും വേണമെങ്കിൽ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ തന്നെ അവർക്ക് കുറച്ച് ആക്ടിവിറ്റി കൂടെ ആവും. അവർക്ക് കൂട്ടിനകത്ത് തന്നെ നമ്മൾ നെസ്റ്റ് മെറ്റീരിയൽ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർ തന്നെ ഇത് നെസ്റ്റിങ് ചെയ്യുന്നതായിരിക്കും അവർ കറക്റ്റായിട്ട്. ഓക്കെ. ഇത് ഒരു സ്റ്റാർ ഫിഞ്ച് വെറൈറ്റി പെടുന്നതാണ്. ഇത് ഫിഞ്ചസിൻ്റെ തന്നെ സ്റ്റാർ ഫിഞ്ച് ഗണത്തിൽപ്പെടുന്നതാണ്. ഇത് ലൂട്ടിനോ സ്റ്റാർ ഫിഞ്ച് എന്ന് പറയും. അത്യാവശ്യം മാർക്കറ്റിൽ ഒരു 7,000-8,000 രൂപ റേറ്റുള്ള ഒരു ഐറ്റം തന്നെയാണിത്, ലൂട്ടിനോ സ്റ്റാർ ഫിഞ്ച് എന്ന് പറഞ്ഞാൽ. ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ബ്രീഡിംഗ് ബോക്സൊക്കെ മതിയാവും. ഇതിപ്പോൾ റെസ്റ്റിന് വിട്ടേക്കുന്നതുകൊണ്ട് ഞാൻ വെറുതെ അതിനകത്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇത് ലൂട്ടിനോ സ്റ്റാർ ഫിഞ്ച് ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ അത്യാവശ്യം ഗോൾഡിയൻസിനും ഇത് മതിയാവും, കുഴപ്പമില്ല. എങ്കിലും നമ്മുടെ സാധാ കാലം കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഇതുപോലത്തെ ഈ മോഡലിൽ ചെയ്യുന്ന ബോക്സ് ആയിരിക്കും കുറച്ചുകൂടി അവർക്ക് സൗകര്യം. അതേസമയം കുഞ്ഞുങ്ങൾ ഇത് പാരൻസിന് എപ്പോഴും ഇരിക്കുന്നതിനും പാരൻസിന് എപ്പോഴും കുഞ്ഞുങ്ങളെ നോക്കുന്നതിനും എപ്പോഴും കോണ്ടാക്റ്റ് കുഞ്ഞുങ്ങളായിട്ട് എപ്പോഴും ഒരു കോണ്ടാക്റ്റ് പാരൻസ് കൂടുതൽ സമയം ഈ സ്റ്റിക്കിലാണ് സ്പെൻഡ് ചെയ്യാറ്. എപ്പോഴും പാരൻസ് കുഞ്ഞുമായിട്ടൊരു എപ്പോഴും ഒരു കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുന്നതിനകത്ത് പറ്റും. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇതുപോലത്തെ ബോക്സാണ് കുറച്ചുകൂടി നല്ലത്. ഇത് നമ്മുടെ ഗോൾഡിയൻസിൻ്റെ ബ്രീഡിംഗ് ബോക്സാണ്. ഇത് കുറച്ചുകൂടെ നമ്മളെ പുറത്തുനിന്ന് തന്നെ നമുക്ക് ഇത് കുഞ്ഞുങ്ങളെ നോക്കുന്നതിനും പാരൻസിനെ കാണുന്നതിനും അത്യാവശ്യം ഫോസ്റ്ററിങ് ഉണ്ടെങ്കിൽ എഗ്ഗ് മാറ്റി വയ്ക്കുന്നതിനും ബാക്കിയുള്ള ശരിക്കും ഒരു യൂറോപ്യൻ സെറ്റപ്പാണ് ഈ ബോക്സ്. ഇവിടങ്ങളിൽ അത്യാവശ്യം കുറച്ച് ആൾക്കാരെ ഈ മോഡലിൽ ചെയ്യുന്നുള്ളൂ. ഗോൾഡിയൻസിൻ്റെ ബ്രീഡിംഗ് ബോക്സ് കറക്റ്റ് ഗോൾഡിയൻ ബ്രീഡിംഗ് ബോക്സ് ഇതാണ്. ഇത് വേറൊരു ബോക്സാണ്. ബാമ്പു വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു മെറ്റീരിയൽ ബോക്സാണത്. ഗോൾഡിയൻസിന് അത്യാവശ്യം ഡയമണ്ട് ഫയർടെയിൽ ഇതേപോലത്തെ ഐറ്റംസിനൊക്കെ കുറച്ചുകൂടി യൂസ്ഫുള്ളാണ് ഈ ബ്രീഡിംഗ് ബോക്സ്. ഇത് നമ്മുടെ പാരറ്റ് ഫിഞ്ച് എന്ന് പറയും. റെഡ് ഫേസ് പാരറ്റ് ഫിഞ്ച്. ഇത് അത്യാവശ്യം മാർക്കറ്റിൽ ഒരു 12,000 തൊട്ട് ഒരു 14-15 ആ റേറ്റ് വരുന്ന ഒരു ഐറ്റമാണ് റെഡ് ഫേസ് പാരറ്റ് ഫിഞ്ച്. ഇത് നമ്മളെ ബ്ലാക്ക് ചീക്ക് ബ്ലാക്ക് ബ്രസ്റ്റഡ് ഇനത്തിൽപ്പെട്ട ഒരു ഫിഞ്ചസാണ്. ബ്ലാക്ക് ചീക്ക് ബ്ലാക്ക് ബ്രസ്റ്റഡ് അതിൻ്റെ ക്രസ്റ്റഡാണ്. ഇതിപ്പോൾ നിങ്ങൾ കാണാം, ഇതിനകത്ത് മെയിലിന് മാത്രമേ ക്രസ്റ്റ് ഉള്ളൂ, ഫീമെയിലിൽ ക്രസ്റ്റ് ഇല്ല. നമ്മളങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ക്രസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്രസ്റ്റും ഒരു ക്രസ്റ്റിൻ്റെ സ്പ്ലിറ്റും ഇങ്ങനെ ഇട്ടാൽ മാത്രമേ അത് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ക്രസ്റ്റ് ഇറങ്ങത്തുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിങ്ങനെ ചെയ്യുന്നത്. ക്രസ്റ്റഡ് വെറൈറ്റി വരുന്നതാണ്. ഓറഞ്ച് ബ്രസ്റ്റ് അതിൻ്റെ ഒരു ചെറിയൊരു ലൈനേജാണ് ആനത്തിൽപ്പെടുന്നതാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെയുള്ള എല്ലാത്തിലും ഞാൻ ക്രസ്റ്റും സ്പ്ലിറ്റുമായിട്ടേ ചെയ്തിട്ടുള്ളൂ. കാരണം എങ്കിൽ മാത്രമേ ക്രസ്റ്റായിട്ടുള്ള കുഞ്ഞ് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മുടെ ലൂട്ടിനോ ഗോൾഡ് ഫിഞ്ച് ഗോൾഡിയൻസിൽ വരുന്നതാണ്. ഗോൾഡിയൻസ് തന്നെ വേണ്ട ഒരു 4-5 വെറൈറ്റി ഉണ്ട്. എൻ്റെ ഇവിടെ ഞാൻ കീപ്പ് ചെയ്യുന്നൊരു 3 വെറൈറ്റി മാത്രമേ ഞാനിവിടെ കീപ്പ് ചെയ്യുന്നുള്ളൂ. അതിൽ ലൂട്ടിനോ ഗോൾഡ് ഫിഞ്ചസ്. പ്രൈസ് എങ്ങനെ വരുന്നുണ്ട്? ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് മാർക്കറ്റിലെ ചിക്സിന് പീസ് 2,500 തൊട്ട് വരുന്നുണ്ട് പീസിന്. പെയർ വന്നിട്ട് ഒരു 6,000 രൂപ ആ റേറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ മാക്സിമം റേറ്റാണ് 6,000 രൂപ. ഗ്രീൻ ഗോൾഡിയൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ്. അതിൻ്റെ ബ്ലൂ ബ്രസ്റ്റാണ് അതിൻ്റെ. ഇത് യെല്ലോ ഗോൾഡിയൻസിൻ്റെ അതിൻ്റെ ബ്ലൂ ബ്രസ്റ്റഡാണ്. നേരത്തെ കണ്ട വൈറ്റ് ബ്രസ്റ്റ് അതിൻ്റെ തന്നെ ബ്ലൂ ബ്രസ്റ്റും റെഡ് ഹെഡും ഉണ്ട്. ഇത് യെല്ലോയിൽ തന്നെ 2-3 വെറൈറ്റി ഉണ്ട്. ഇതിൻ്റെ ബ്രസ്റ്റഡ് ബ്ലൂവിന് പകരം വൈറ്റ് വരുന്നുണ്ട്. ഈ ഹെഡിൽ റെഡിന് പകരം ഇത് ഓറഞ്ച് വരുന്നുണ്ട്. ഇങ്ങനെ 2-3 ഐറ്റം ഉണ്ട് യെല്ലോയിൽ തന്നെ. മാർക്കറ്റിൽ ഒരു 6,000 ഇതാണ് എൻ്റെ റേറ്റ്, മാർക്കറ്റ് റേറ്റ്. പെർ പീസാണോ പെയറാണോ? പെയറാണെങ്കിൽ 6,000. കുഞ്ഞുങ്ങളുടെ റേറ്റ് വന്നിട്ട് പീസ് 2,500 ആ റേറ്റ് വരും. ഇത് നമ്മുടെ ബ്ലാക്ക് ചീക്കാണ്. ഷോ സൈസ് അത്യാവശ്യം ഷോ ക്വാളിറ്റി വരുന്ന ഇനത്തിൽപ്പെട്ട ഒരു ബ്ലാക്ക് ചീക്കാണ് ഇത്. ബ്ലാക്ക് ചീക്ക് അത് ഫീമെയിൽ ക്രസ്റ്റ് ഉണ്ട്. അത് ഇത് കാണാൻ പറ്റുന്നില്ല, വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് നമുക്ക് പ്രൈസ് എത്ര വരുന്നുണ്ട്? ഇത് പ്രൈസ് വന്നിട്ട് നല്ല ക്വാളിറ്റി ഷോ സൈസ് ആണെന്നുണ്ടെങ്കിൽ 3,000 രൂപ വരെ റേറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നോർമലാണെങ്കിൽ 1,500, 1,200 തൊട്ട് 1,500 റേറ്റാണ് വരുന്നത്. ഷോ സൈസ് കുറവനുസരിച്ച് സൈസും ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വില നിശ്ചയിക്കുന്നത്.
ഇത് നമ്മുടെ ബ്ലൂ ഗോൾഡിയനാണ്. ബ്ലൂ ഗോൾഡിയൻ്റെ മെയിലാണത്. അത്യാവശ്യം മാർക്കറ്റിലൊരു പെയറിന് 10 to 12,000 റേറ്റ് വരുന്ന ഒരു ഐറ്റമാണ്. ഗോൾഡിൽ തന്നെ ഇവിടെ എൻ്റെ കൈവശമുള്ളതിൽ അത്യാവശ്യം റേറ്റുള്ള ഗോൾഡിനിൽ റേറ്റുള്ളത് ഇതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, സ്ക്രീനിൽ തന്നെ കാണാം, നമുക്ക് ആ ബ്ലൂവിൻ്റെ കൂടെ ഗ്രീനിൻ്റെ ഫീമെയിലാണ് ഇട്ടേക്കുന്നത്. അത് ചെയ്യുന്നതിനുള്ള ഒരു കാരണമെന്ന് വെച്ചാൽ ഇറങ്ങുന്ന കുഞ്ഞുങ്ങളുടെ ഒരു ഹെൽത്തിൻ്റെ ഒരു ഇഷ്യൂ സംബന്ധിച്ചാണ് ഞങ്ങളത് ചെയ്യുന്നത്. കാരണം ബ്ലൂവിൻ്റെ മെയിലും ബ്ലൂവിൻ്റെ ഫീമെയിലും ഇട്ട് കഴിഞ്ഞാൽ ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാണുന്നത് പതിവാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല, ഇപ്പോൾ ചെയ്യുന്നത് ബ്ലൂവും അതിൻ്റെ കൂടെ ചെയ്യുന്നത് ഫീമെയിൽ വന്നിട്ട്, അല്ലെങ്കിൽ ബ്ലൂവിൻ്റെ കൂടെ ചെയ്യുന്നത് ഒന്നുകിൽ യെല്ലോ അല്ലെങ്കിൽ ബ്ലൂവിൻ്റെ സ്പ്ലിറ്റായിട്ടുള്ള ഇതേപോലെ ഏതെങ്കിലും ഗ്രീൻ ഇട്ട് കഴിഞ്ഞാൽ ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം നല്ല ആരോഗ്യം കാണുന്നതായിരിക്കും. ഗോൾഡിയൻ വന്നിട്ട് ഏറ്റവും കൂടിയ ഫിഞ്ചസ് ഈ ബ്ലൂ തന്നെയാണോ? ഇല്ല, അല്ല, ഇത് ഗോൾഡിയനിൽ ബ്ലൂ അല്ല ഏറ്റവും കൂടിയത്. പിന്നെ ഇതിൻ്റെ ആൽബിനോ ഫുൾ വൈറ്റ് ഉണ്ട്. അത്യാവശ്യം മാർക്കറ്റിലൊക്കെ 25 ആ റേറ്റ്, എബോവ് 25 ആ റേറ്റ് വരും. പിന്നെ അതുപോലെ പിന്നെ സിൽവർ ഗോൾഡിനുണ്ട്. അത് അത്യാവശ്യം മാർക്കറ്റിൽ 15 രൂപയൊക്കെ ഉണ്ട്. അതിൻ്റെ കയ്യിലില്ല, എൻ്റെ കൈവശം അതിപ്പോൾ ഇല്ല. ഇത് നമ്മുടെ ട്രൈക്കോളർ ഫിഞ്ചസ് ആണ്. ഇതൊരു പാരറ്റ് ഇനത്തിൽപ്പെട്ടാണിത്. അത്യാവശ്യം ഇത് മാർക്കറ്റിൽ ഇപ്പോൾ ഞാനെടുത്തപ്പോൾ ഇത് ഒരു 40,000 രൂപയോളം ആയൊരു ഐറ്റമാണ്. ഇവിടെ ഉള്ളതിൽ ഇച്ചിരി കാശായിട്ടുള്ള ബേർഡാണിത്, ട്രൈക്കോളർ. അതിൻ്റെ ഇതിൽ തന്നെ ബ്ലൂ ഉണ്ട്, റെഡ് ഫേസ് ഉണ്ട്. ഇത് ബ്ലൂ ഫേസ് ആണ്, അതിൻ്റെ ഫീമെയിലാണ്. ഇതിപ്പോൾ ഏതിനാണ്? ഇത് ഡയമണ്ട് ഫയർ ടൈൽ എന്ന് പറയും. ഇത് ബാക്ക് ഉണ്ടോ? ഇതിൻ്റെ റെഡ് ഉണ്ട്, റെഡ് ബാക്ക് ഉണ്ട്. ഇതിൻ്റെ തന്നെ ഓറഞ്ച് ബാക്ക് ഉണ്ട്. ഡയമണ്ട് ഫയർ ടൈൽ. ഇതിപ്പോൾ അവരുടെ അമ്മയും കുഞ്ഞുങ്ങളും അങ്ങനെയാണോ? അമ്മയും കുഞ്ഞുങ്ങളല്ല, അതിനിത് റെസ്റ്റ് വിട്ടേക്കുന്നത് ശരിക്കും. അതിനിപ്പോൾ അങ്ങനെ ബ്രീഡിങ് എന്നുള്ളതിലല്ല. ഇവരുടെ പെയറിന് എത്ര പ്രൈസ് വരുന്നുണ്ട്? ഇത് പെയർ മാർക്കറ്റിൽ ഒരു 7,000 8,000 ആ റേറ്റ് തന്നെ. ഇത് നമ്മുടെ ഗോൾഡിയൻസിൻ്റെ കുഞ്ഞുങ്ങളാണ്, ഗ്രീൻ ഗോൾഡിയൻസിൻ്റെ. കണ്ടോ നിങ്ങളിപ്പോൾ അതിൽ കാണാൻ നിങ്ങൾക്ക് അതിൻ്റെ കളറൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഇത് ശരിക്കും ഒരു 2-3 മാസം പ്രായം ആയതാണ്. ഇത് ശരിക്കും കളർ ഫുള്ളാവുന്നതിന് ഒരു 6 മാസം 8 മാസം ഇതാണ് അവരുടെ ഫുൾ കളർ ആവാനുള്ള ഒരു സമയം. ഇത് നമ്മുടെ ക്രസ്റ്റഡ് ബംഗാളി വൈറ്റ് ആണ്, വൈറ്റ് ക്രസ്റ്റഡ് ബംഗാളി. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ മെയിൽ ഫീമെയിലൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സാധാ ഫിഞ്ചസ് പോലെ അത്ര ഈസി അല്ല. ഇതൊക്കെ ഞങ്ങൾ DNA ചെയ്താണ്, ഫെദർ എടുത്ത് DNA ചെയ്താണ് ഇതിൻ്റെ മെയിൽ ഫീമെയിൽ കൺഫേം ചെയ്യുന്നത്. ഇത് മാർക്കറ്റ് റേറ്റ് ഒരു 7-8 ഇതിൻ്റെ മാർക്കറ്റ് റേറ്റ്. ഇതാണ് നമ്മുടെ സൊസൈറ്റി ഫിഞ്ചസ്, നമ്മുടെ ഫോസ്റ്ററിങ്ങിന് വേണ്ടി കൂടുതൽ ഉപയോഗിക്കുന്നത്. അതായത് ഇത് കൂടിയ ബേർഡ്സിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളെ മാറ്റി വയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ്. ഇത് ബ്ലാക്ക് ഉണ്ട്, ഇതിൻ്റെ ഫോണുണ്ട് ഇതിനകത്ത്. ഇത് നമ്മുടെ പ്ലം ഹെഡ് ഫിഞ്ചസ് എന്ന് പറയും. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യണമെങ്കിൽ കിട്ടുന്നതാണ് പ്ലം ഹെഡ് ഫിഞ്ചസ്. ഇത് അത്യാവശ്യം മാർക്കറ്റിലൊരു 16-17 ഈ റേറ്റൊക്കെ വരുന്ന ഒരു ഐറ്റമാണ്. ഇച്ചിരി ഭംഗിയുള്ള ഒരു ഐറ്റത്തിൽ പെടുന്നതാണിത്. ഇത് ബ്ലാക്ക് ബ്രസ്റ്റഡിൻ്റെ ക്രസ്റ്റാണ്, ബ്ലാക്ക് ഫേസിൻ്റെ ക്രസ്റ്റഡാണ്. അത്യാവശ്യം മാർക്കറ്റിൽ മെയിൽ ഫീമെയിൽ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. 4,000 രൂപ വരെ വിലയുള്ളതാണിത്. ഇത് നമ്മുടെ ഔൾ ഫിഞ്ചസ് ആണ്. ഔൾ ഫിഞ്ചസ് നമ്മുടെ ഒരു മൂങ്ങയുടെയൊക്കെ ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് ഇതിന് ഔൾ ഫിഞ്ചസ് എന്ന് പറയുന്നത്. അത്യാവശ്യം മാർക്കറ്റിൽ നല്ല പെയറാണെങ്കിൽ 4,000-4,500 രൂപ വരെ ഉണ്ട്. ലോക്കലിൽ കിട്ടും ഷോപ്പുകളിൽ 3,000-3,500-ന്. കറക്റ്റ് പെയറിന് ഒരു 4,000-4,500. ഇതൊക്കെ DNA ചെയ്താൽ മാത്രമേ ഇത് മെയിൽ ഫീമെയിൽ കൺഫേം അറിയാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് മാർക്കിംഗ് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് ഒരാൾ വരുവാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫാമിങ്ങിലേക്ക് വരുവാണ്. അങ്ങനെയാണെങ്കിൽ ആളിതൊരു വരുമാന മാർഗ്ഗമായിട്ട് സ്വീകരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഒരു വരുമാനം, നല്ലൊരു വരുമാനം ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നല്ലൊരു വരുമാന മാർഗ്ഗമായിട്ട് തന്നെ നമുക്ക് ഇതിനെ സ്വീകരിക്കാൻ പറ്റുന്നതാണ്. ജോഷിക്ക് ഇപ്പോൾ ഒരു മാസം ആവറേജ് ഒരു എത്ര രൂപ ഇൻകം വരുന്നുണ്ട് ഇതിൽ നിന്നും? എനിക്കിപ്പോൾ ഇതിലൊരു വരുമാനം ചിലവെല്ലാം പോയിട്ടൊരു നമുക്ക് എപ്പോഴും നമുക്കൊരു ഏറ്റവും കുറഞ്ഞ ഒരു 40-50 നമുക്ക് ഇതിൽ കീപ്പ് ചെയ്യാൻ പറ്റും. എപ്പോഴും ഏറ്റവും കുറഞ്ഞത് ചിലപ്പോൾ അത് ഒരു നല്ല പോലെ ബ്രീഡിങ് സമയമൊക്കെ ആണെങ്കിൽ ഒരു 60-70 ആ റേഞ്ചിൽ പോകും. അല്ലാണ്ട് നോർമലി ബേസിക്കായിട്ട് നമുക്ക് എപ്പോഴും ഒരു 40 രൂപ കീപ്പ് ചെയ്യാൻ പറ്റും.
പ്രോഫിറ്റ് മാത്രമേ കിട്ടൂ. അപ്പോൾ ഒരു തുടക്കക്കാരൻ ഇതിലേക്ക് കടന്നു വരുവാണ്, അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയ ഉപദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തുടക്കക്കാർക്ക് ഏറ്റവും പറ്റിയതും ഇത് ബിസിനസ് പോലെ ചെയ്യാനാണെങ്കിൽ ഏറ്റവും നല്ലത് സാധാ ഫിഞ്ചസ് തന്നെയാണ്. നമുക്കൊരു 100 പേരൊക്കെ അത്യാവശ്യം ഒരു 100 പേര് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബിസിനസ് മേഖലയിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. 100 പേര് ചെയ്യുകയെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 8,000 തൊട്ട് സ്റ്റാർട്ടിങ്, ഒരു 8,000 രൂപ തൊട്ട് ഒരു 12-15 രൂപ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങൾ നമുക്ക് ഇറക്കാൻ പറ്റുന്നതായിരിക്കും. ഒരു 100 പേരിൽ നിന്ന് തന്നെ ഒരു ഏറ്റവും കുറഞ്ഞ ഒരു 8,000 രൂപ തൊട്ട് ഒരു 12-15 രൂപ വരെ നമുക്ക് അത് മാക്സിമം എടുക്കാൻ പറ്റും. എപ്പോഴും ഒരു തുടക്കക്കാരൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെറിയ ബഡ്ജറ്റിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും അല്ലേ ഏറ്റവും നല്ലത്? അത് തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങുന്ന ഒരാൾക്ക് ഇവിടെ നിന്ന് കിളികളെ സപ്ലൈ ചെയ്യാറുണ്ടോ? അതെ, തീർച്ചയായിട്ടും. ഞങ്ങൾ ഇത് ബ്രീഡേഴ്സ് മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞ് ചോദിക്കുന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കൊടുക്കാൻ. കാരണം ഞങ്ങൾ ബ്രീഡേഴ്സ് ആയതുകൊണ്ട് കുഞ്ഞുങ്ങളാണ് കൂടുതൽ എപ്പോഴും നമുക്ക് വരാറ്. ഫിഞ്ചസിനെ അപേക്ഷിച്ച് 1 മാസമൊക്കെ കഴിഞ്ഞാലേ മെയിൽ ഫീമെയിൽ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കൈവശം ഉള്ള സമയത്താണെങ്കിൽ ഇത് അത്യാവശ്യം ഒരു പെയറൊക്കെ വാങ്ങാൻ വരുന്നവർക്ക് മാക്സിമം പെയർ ചെയ്ത് തന്നെ ഞങ്ങൾ കൊടുക്കാറ്. നമുക്കതുപോലെ കേരളത്തിൽ മറ്റ് ജില്ലകളിലേക്ക് അതുപോലെ അതർ സ്റ്റേറ്റ്സിലിരിക്കുന്നവർക്ക് അവിടേക്ക് ഇവിടെ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ഇവിടെ നിന്ന് മാക്സിമം ലാസ്റ്റ് പോണ്ടിച്ചേരി വരെ അയച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ ട്രിവാൻഡ്രത്ത് പോണ്ടിച്ചേരി മാക്സിമം അയച്ചിട്ടുണ്ട്. പിന്നെ ചെന്നൈ, ബാംഗ്ലൂർ നോർമലി എപ്പോഴും മിക്കവാറും മന്ത്ലി അയക്കാറുള്ളതാണ്. ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ പ്രശ്നം കാരണം ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടാവും. ലോക്ക്ഡൗൺ പ്രശ്നം കാരണം ഇച്ചിരി നമുക്കിപ്പം സാധനങ്ങൾ അയക്കാൻ പറ്റുന്നില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും നമുക്ക് അത്യാവശ്യം കൊല്ലം ഭാഗങ്ങളിലേക്ക്, കേരളത്തിനകത്ത് നമുക്ക് അയക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. ശരി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇപ്പോൾ ഈ ഫിഞ്ചസിനെ പറ്റിയിട്ട് മാക്സിമം എല്ലാ ഐഡിയാസും അല്ലെങ്കിൽ തൻ്റെ പ്രവൃത്തി ഇത്രയും കാലമുള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ മാക്സിമം കാര്യങ്ങൾ ആൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ആളിന് എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അല്ലാണ്ട് തന്നെ കൊടുക്കുന്നുണ്ട്. പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്തോളാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കിട്ടാവുന്ന എല്ലാ സഹായങ്ങളും ആൾ ചെയ്തു തരുന്നുണ്ടാവും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്